ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബ്രേക്കപ്പ് ആയതാണ്. കാരണം എന്താ വെച്ചാൽ അവൾക്ക് വേറെ റിലേഷൻഷിപ്പും കാര്യങ്ങളും, അവൾ കുറച്ച് കാലമായിട്ട് എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്യാഷും കാര്യങ്ങളും കുറേ ടൈമും കാര്യങ്ങളും അവൾക്ക് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. എനിക്കറിയില്ല ഞാൻ ഇനി നാളെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്താ, എന്നെ ഇനി ആരെങ്കിലും തല്ലിക്കൊല്ലോ എന്താ, ഒന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരിതാ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച 4 പേരായിരിക്കും. മലപ്പുറത്ത് സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വീഡിയോയിൽ വന്ന ശേഷം യുവാവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ പോലീസിനും അതിന് കാരണക്കാരായവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവാവിൻ്റെ കുടുംബം രംഗത്തു. മുക്കട്ട അയ്യാർപൊയിൽ തൈക്കാടൻ അബ്ദു ഫാത്തിമ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ജാസിദിനെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ വീടിൻ്റെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 1:15 ജാസിദ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വീഡിയോ ചെയ്തത്. ഇത് ഗൾഫിലുള്ള സുഹൃത്തുക്കൾ കണ്ട് നാട്ടിലുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു. അവർ വീട്ടുകാരെ വിളിച്ചുണർത്തി ചെന്ന് നോക്കിയപ്പോൾ 1-ാം നിലയിലെ കിടപ്പുമുറിക്ക് സമീപമുള്ള ടെറസിൽ ജാസിദിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ 6 മാസമായി എറണാകുളത്ത് മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു യുവാവ്. ഈ മാസം 31 സൗദിയിലേക്ക് പോകാനിരിക്കെയാണ് ആത്മഹത്യ ചെയ്തത്. 2 വർഷമായി ഒരു പെൺകുട്ടിയുമായി പ്രണയബന്ധമുണ്ടായിരുന്നുവെന്നും പിന്നീട് അത് തകർന്നുവെന്നും പറയുന്നു. പ്രണയവുമായി ബന്ധപ്പെട്ട് പരാതിയിൽ പലതവണ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിച്ചതായും തൻ്റെ ഭാഗം കേൾക്കാതെ രാത്രി 1 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ജാസിദിനെ പിടിച്ചിരുത്തിയതായും പറയുന്നു. 2 പോലീസുകാരുടെ പേരും പറയുന്നുണ്ട്. കൂടാതെ നിലമ്പൂരിലെ 4 പേരാണ് തൻ്റെ മരണത്തിന് കാരണം എന്നും ജാസിദ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. RIP എന്നെഴുതി കൂട്ടുകാരോടും കുടുംബാംഗങ്ങളോടും മാപ്പ് പറഞ്ഞ് സ്വന്തം ഫോട്ടോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് ജാസിദ് ആത്മഹത്യ ചെയ്തത്. മരണവുമായി ബന്ധപ്പെട്ട് പിതാവും സഹോദരങ്ങളും നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പോലീസ് ഇക്കാര്യത്തിൽ കാണിച്ച സമീപനം മരണത്തിന് കാരണമായതായും വീഡിയോയിൽ പറഞ്ഞ 4 പേർക്കെതിരെയും നടപടിയെടുക്കണമെന്നും ജാസിദിൻ്റെ മാതാപിതാക്കളും സഹോദരനും പറയുന്നു.